ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ്സാണ്. സോ നമ്മുടെ ഈ പ്രാവശ്യത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു A+ ക്വസ്റ്റ്യൻ ആണ് മിസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണത്? നോട്ടീസ് ആണ്. അപ്പോൾ ചോദിക്കും മിസ്സേ, നോട്ടീസ് ഒക്കെ A+ ക്വസ്റ്റ്യൻ ആണോ? നോട്ടീസിനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവന്റ് ഇൻവിറ്റേഷൻ എന്നുള്ള രീതിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് ലെസണിന് ചോദിക്കും എന്നുള്ളത് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് കൊണ്ട് പറയുന്നില്ല, പക്ഷേ എന്നാലും നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത്, ഏത് തരത്തിലുള്ള ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം. The city corporation has decided to organize a function to honor the Mumbai Dabbawalas for their efficient and reliable service described in article The Saga of the Tiffin Carriers. As the secretary of this English school club, prepare a notice or event invitation informing the students about the program. So ഈ ഒരു പ്രോഗ്രാമിന് കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ അറിയിക്കുന്ന രീതിക്ക് ഒരു നോട്ടീസ് എടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സിനകത്തുള്ള നമ്മുടെ ഡബ്ബാവാലസ് അവർ ഓണർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുൻപേ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ക്ലാസ്സിന് എൻ്റെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുള്ള വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ, എന്തായാലും വേണ്ടിയില്ല, നിങ്ങൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നായാലും ആനുവൽ എക്സാമിലേക്ക് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്കോറിലേക്ക് നല്ലൊരു ഗ്രേഡിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം മക്കളെ. ചാപ്റ്റർ 1 തൊട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ 2 സെറ്റ് ഓഫ് എക്സാംസ്, അതുപോലെ തന്നെ ഒരു ആനുവൽ എക്സാം, മോഡൽ എക്സാം, ആനുവലിലെ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. AI ഡൗട്ട് ക്ലിയറൻസ് അല്ലാണ്ട് നമ്മൾ നേരിട്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ, പക്ഷേ AI ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പിൽ വരുന്നത് കേട്ടോ. സോ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതാ 9207998855 ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ലാന്നാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അതിൽ കയറി ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആ രജിസ്ട്രേഷൻ ആവുകയാണ്. രജിസ്ട്രേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്യും. എന്നതിൻ്റെ ശേഷം നമുക്ക് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം ഈ നോട്ടീസും ഇവന്റ് ഇൻവിറ്റേഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പം ഒരു പ്രോഗ്രാമിന് ആൾക്കാരെ ക്ഷണിക്കുക എന്നുള്ളതാണ്. നോട്ടീസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിരിക്കില്ല, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ നമ്മൾ നോട്ടീസ് അടിക്കാറുണ്ട്. ഓക്കെ, സോ അല്ലേ, ഒരു കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോട്ടീസ് പൊതുവെ അടിക്കുന്നത്. സോ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും രണ്ടും ഒരേപോലെ തന്നെയാണ് വരിക കേട്ടോ. അപ്പം മിസ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ആണ് അല്ലെങ്കിൽ ഇവന്റ് ഇൻവിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ, നോട്ടീസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും മേലെ ഫസ്റ്റ് ഒരു നോട്ടീസ് എന്ന് എഴുതാം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് മിസ്സേ, നോട്ടീസിന് നമ്മൾ ബോക്സ് വരയ്ക്കണോ, കള്ളി വരയ്ക്കണോ, പെട്ടി വരയ്ക്കണോ? ഓഫ് കോഴ്സ് ഇതിന് നിങ്ങളൊരു കള്ളിയും പെട്ടിയൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു വൃത്തിയാണ്, ഒരു ചേലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതെന്തായാലും നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് ആ ഒരു ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ നോട്ടീസ് എഴുതാം. അതിന് ശേഷം ഏത് ഓർഗനൈസേഷൻ ആണോ, ഇതിപ്പോൾ ഇവിടെ ഒരു സ്കൂളാണ് അല്ലേ, നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്കൂളിൻ്റെ പേര് കൊടുത്തത്. ചിലപ്പോൾ ഒരു ക്ലബ്ബ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗനൈസേഷൻ ആവാം. സോ എന്ത് ക്ലബ്ബോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആരാണോ പ്രോഗ്രാം നടത്തുന്നത് അവരുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, മേലെ ഒരു ടൈറ്റിൽ ആയിട്ട് കൊടുക്കണം. ആരാണ് പ്രോഗ്രാം നടത്തുന്നത്, ആരാണത് നടത്തുന്നത് എന്നുള്ളത് നമ്മളൊരു ടൈറ്റിലായിട്ട് കൊടുക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, പ്രോഗ്രാമിൻ്റെ ഒരു പേര് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. ഇപ്പം നമ്മളെ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ആകുമ്പോൾ നല്ല എന്തെങ്കിലും ഒരു പേരൊക്കെ ഉണ്ടാവും അല്ലേ, എന്താ പറയുക, ഇപ്പം യൂഫോറിയ അല്ലെങ്കിൽ വേവ് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ആ പേര് കൊടുക്കുക. ഇവിടെ ഞാൻ തൽക്കാലം ഇപ്പം ഓണറിങ് ദ മുംബൈ ഡബ്ബാവാലാസ് എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നോട്ടീസിന് കൊടുക്കണം, ഓർഗനൈസ് ചെയ്യുന്ന ബോഡീൻ്റെ പേര് കൊടുക്കണം, ആൻഡ് ദെൻ ആ പ്രോഗ്രാം ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. ഇനി തൊട്ട താഴെയായിട്ട് നമ്മൾ ആ പ്രോഗ്രാം നമ്മൾ നടത്തുന്നു എന്നുള്ള വിവരം ഒരു സെന്റൻസിലാക്കി അറിയിക്കണം. The English Club of a school is proud to organize a felicitation ceremony to honor the Mumbai Dabbawalas in recognition of their efficient, reliable and dedicated service as highlighted in the saga of the Tiffin Carriers. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്,
ആരാണ് ആ പ്രോഗ്രാം നടത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് ഒരു സെന്റൻസ് എഴുതി വയ്ക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ആ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് അല്ലെങ്കിൽ ഹാസ് ഡിസൈഡഡ് ടു ഓണർ ദ ഡബ്ബാവാലാസ്. അങ്ങനെയെങ്കിലും ഒന്ന് ബേസിക് ആയിട്ട് എഴുതി വെക്കുക. ഇത് കുറച്ചും കൂടെ നല്ല രീതിക്കാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. English Club of our school is proud to organize a felicitation ceremony to honor the Mumbai Dabbawalas. Okay, അപ്പോൾ അവരുടെ ആ ഒരു എഫേർട്ടിനെയും അവരുടെ വിശ്വസ്തതയെയൊക്കെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണ് അല്ലേ. ദ പ്രോഗ്രാം വിൽ ബി graced by King Charles III as the chief guest. അപ്പം കിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രേസ്ഡ് ബൈ എന്നാ പറയാം, അതായത് അനുഗ്രഹീതമായിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക അത്രയും ധന്യമാക്കുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഗ്രേസ്ഡ് ബൈ. ഇനിയിപ്പം കിങ് ആവേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീഫ് ഗസ്റ്റ് ആ ഒരു ഫംഗ്ഷന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനല്ലേ ധന്യമാക്കുന്നത് എന്നുള്ള രീതിക്കാണ് ഈ ഗ്രേസ്ഡ് ബൈ എന്ന് പറയുന്നത് കേട്ടോ. ദ പ്രോഗ്രാം വിൽ ബി ഗ്രേസ്ഡ് ബൈ കിങ് ചാൾസ് III ആസ് ദ ചീഫ് ഗസ്റ്റ് ഹൂ വിൽ ഓണർ ദ ഡബ്ബാവാലാസ് ഫോർ ദിയർ ഫ്ലോലെസ് സർവീസ് ആൻഡ് ഗ്ലോബൽ റെക്കഗ്നീഷൻ. അപ്പം കിങ് ചാൾസ് III ആണ് ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നത് എന്ന് പറയാണ്. സോ നമ്മൾ ആ മെയിൻ പ്രോഗ്രാമും നമ്മൾ അവിടെ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണക്കത്ത് വരികയാണ്, ഒരു ക്ഷണക്കത്ത് വരുമ്പം നമുക്കില്ലേ കല്യാണക്കത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക എന്തൊക്കെയാണ്, എന്നാണ് കല്യാണം, എവിടെ വെച്ചാണ് കല്യാണം, എപ്പോഴാണ് കല്യാണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമല്ലോ. സോ ഇതില്ലാണ്ട് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി കഴിയുമോ? കല്യാണം എന്നല്ല, എന്ത് പ്രോഗ്രാമിനാണെങ്കിലും അത് എവിടെ വെച്ചാണ്, എന്നാണ്, എപ്പോഴാണെന്നുള്ളത് അറിയണം. സോ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതാ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ഇടുന്ന സമയത്ത് ഒരു ബോക്സിന്റെ അകത്ത് എന്തോ ഒന്ന് എഴുതാനുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇനി ഈ ബോക്സിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത്, ഡേറ്റ്, ആ പ്രോഗ്രാം നടക്കുന്ന ഡേറ്റ്, ദെൻ ടൈം, ആ അതിൻ്റെ സമയം, അതുപോലെ തന്നെ വെന്യൂ. മക്കൾ നമ്മൾ പ്ലേസ് എന്ന് എഴുതരുത്, വെന്യൂ എന്ന് എഴുതണം കേട്ടോ. വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാളിൻ്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്രോഗ്രാമിലേക്ക് ഇനി എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഇവന്റ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നോട്ടീസിന്റെ ഉദ്ദേശം എന്താണ്, ആൾക്കാരെ ക്ഷണിക്കുക എന്നുള്ളതാണല്ലോ. സോ ദ പ്രോഗ്രാം വിൽ ഇൻക്ലൂഡ് എ വെൽക്കം അഡ്രസ്, ഫെലിസിറ്റേഷൻ സെറമണി ആൻഡ് എ ബ്രീഫ് സ്പീച്ച് ഹൈലൈറ്റിംഗ് ദ യുണീക്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ഡബ്ബാവാല. ഇത് എക്സ്ട്രാ വേറെ പ്രോഗ്രാംസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ അല്ലാതെ, ഇങ്ങനെ ഒരു സെന്റൻസ് അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ, അതായത് ഈ പറയുന്ന നമ്മുടെ ഡേറ്റും ടൈമും ഒക്കെ കൊടുത്തതിന് ശേഷം ഇവന്റ് ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ കാര്യപരിപാടികൾ എന്നുള്ളതാണ്. നമ്മൾ മലയാളത്തിലൊക്കെ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യില്ലേ, അതായത് ഇതൊക്കെ കൊടുത്തതിന് ശേഷം കാര്യപരിപാടികൾ നടത്തുക അല്ലെ, പ്രേയർ, പിന്നെ എന്താ വെൽക്കം സ്പീച്ച്, ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഇതാക്കിയിട്ടും ഒരു ചെറിയൊരു 2-3 പോയിന്റ്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പം ജസ്റ്റ് ഇതൊരു സെന്റൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാൻ കേട്ടോ. വി കോർഡിയലി ഇൻവൈറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് അല്ലേ. അപ്പം ഇതും വേണമെങ്കിൽ നമുക്കൊരു ബോക്സിൻ്റെ അകത്താക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ബോക്സിൻ്റെ അകത്ത് 2 സാധനങ്ങളുണ്ട്, 2 പെട്ടി ഒരു നോട്ടീസിനകത്ത് വരയ്ക്കാനുണ്ട്. ഒന്നാമത്തെ പെട്ടിക്കകത്ത് എന്ത് വരയ്ക്കണം, എന്തെഴുതണം, ഡേറ്റും ടൈമും വെന്യൂം എഴുതണം. രണ്ടാമത്തെ പെട്ടിക്കകത്ത് നമ്മൾ എന്താണ്, വി കോർഡിയലി ഇൻവൈറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ്, നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദരം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അല്ലെങ്കിൽ ക്ഷണിച്ചുകൊള്ളുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ എഴുതി വെക്കണം. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ, അതാകുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് എഴുതുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രാമിന്റെ ചുമതല, ആ പ്രോഗ്രാം നടത്തുന്നത് അല്ലെ, ആ നടത്തുന്ന ചുമതലയുള്ളത് ആരാണോ അവര് ഇവിടെ അവരുടെ ഡെസിഗ്നേഷൻ നമ്മൾ എഴുതി വെക്കണം. സൈൻ ഡി, SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പ് എന്നുള്ളതാണ്. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഒപ്പൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, SD എന്ന് എഴുതിയാൽ മതി കേട്ടോ. സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്ബ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വേണ്ടത്, ഒരു നോട്ടീസ് എഴുതുമ്പോൾ വേണ്ടത്. ഫസ്റ്റ് വൺ നോട്ടീസ് എഴുതണം, ദെൻ ആരാണോ ആ ഓർഗനൈസേഷന്റെ പേര് എഴുതാം, പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ എഴുതാം, ദെൻ പ്രോഗ്രാം എന്താന്നുള്ളത് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് അതിൻ്റെ അകത്ത് ചീഫ് ഗസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവന്റ്, അതായത് പ്രോഗ്രാം നടത്തുന്നതിന് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആൻഡ് നമ്മൾ മറന്നു പോവാതെ നമ്മുടെ ഡേറ്റും ടൈമും വെന്യൂം കൊടുക്കണം. പിന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. ആൻഡ് ഫൈനലി ആരാണോ അതിലേക്ക് ആ ഒരു പ്രോഗ്രാം നടത്താൻ ചുമതലയുള്ളത്, ഈ നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നത്, ഈ നോട്ടീസ് പുറത്തിറക്കുന്നത് ആരാണോ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ഫുൾ മാർക്സും, എനിക്ക് തോന്നുന്നു 5 മാർക്കിനോ 6 മാർക്കിനോ അല്ലെങ്കിൽ 4 to 6 മാർക്സിന് ഇടക്കാണ് ഒരു നോട്ടീസ് ചോദിക്കുക. ഇത്രയും മാർക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് കൈമിലുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം,
ഇതുപോലെ തന്നെ ഈ ലെസൻ്റെ അകത്ത് മാത്രമല്ല വേറെ ഏത് ലെസൻ്റെ അകത്ത് നമുക്ക് ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ബെത്തനി ഹാമിൽട്ടൻ്റെ ലെസൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ബെത്തനി ഹാമിൽട്ടൻ്റെ ലെസൻ്റെ അകത്ത് നല്ല സാധ്യതയുണ്ട്. കാരണം അവരെ ആദരിക്കുന്ന രീതിക്ക് വേണമെങ്കിൽ ഒരു നോട്ടീസ് ചോദിച്ചേക്കാം. സോ ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഇനി ഏത് വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മിസ് ഇതേപോലത്തെ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.